ഇതേപോലെ ഒരു ചിത്രം നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പഞ്ചഭുജം അഥവാ ഒരു പെന്റഗൺ വരച്ച് അതിനുള്ളിൽ ഒരു സ്റ്റാറും സ്റ്റാറിനുള്ളിൽ വീണ്ടും ഒരു പെന്റഗണുമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ആംഗിൾ വരുന്നത് 72 ഡിഗ്രിയാണ്. അതായത് 5 ആംഗിളാണ് വരുന്നത്. 360 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 72 ആണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ബേസ് ലൈൻ വരക്കുക. വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി, കാരണം നമുക്കിത് ഇറേസ് ചെയ്ത് കളയേണ്ടതാണ്. അതിനുശേഷം പ്രൊട്ടക്ടർ ഉപയോഗിച്ച് 72 ഡിഗ്രിയിൽ ഒരു കോണ് വരയ്ക്കുക. ഇപ്പോൾ വരച്ചിരിക്കുന്ന ലൈന് ബേസ് ലൈനായിട്ട് കണ്ടുകൊണ്ട് അടുത്ത 72 ഡിഗ്രി കോണ് നിർമ്മിക്കുക. ഇപ്പോൾ നമ്മൾ 2 കോണുകളാണ് വരച്ചത്. ഇതേപോലെ 3 കോണുകൾ കൂടെ വരയ്ക്കണം. 72 ഡിഗ്രിയിൽ 5 കോണുകൾ വരച്ചു കഴിഞ്ഞു. ഇനി ഒരു കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നതിന് പകരം എല്ലാ ലൈനിന്റെ മുകളിലും ഒന്ന് അടയാളപ്പെടുത്താൽ മതി. കാരണം നമുക്ക് ഒരേ ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് പെന്റഗൺ വരയ്ക്കാം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയാം. ശ്രദ്ധിച്ച് കാണുക, പെന്റഗണിന്റെ ഉള്ളിൽ ഒരു സ്റ്റാർ വരയ്ക്കാൻ പോവുകയാണ്. പാഠപുസ്തകത്തിലെ പോലെ കളറുകൾ നൽകാം. ഇപ്പോൾ നമ്മൾ പെന്റഗൺ വരച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ചിത്രവും വരയ്ക്കേണ്ടത്. ഇവിടെ പെന്റഗണിന് പകരം ഒരു വൃത്തത്തിൽ സ്റ്റാർ ആണെന്ന് മാത്രം. നമ്മൾ എടുക്കേണ്ടുന്ന ആംഗിൾ 72 ഡിഗ്രിയാണ്. ചിത്രത്തിൽ കാണുന്ന അതേ പൊസിഷനിലുള്ള സ്റ്റാർ കിട്ടാൻ വേണ്ടി ആദ്യത്തെ ബേസ് ലൈൻ വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാൻ. 4 സെന്റിമീറ്ററുള്ള ഒരു ബേസ് ലൈനാണ് വരയ്ക്കുന്നത്. അതിനുശേഷം 4 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരയ്ക്കാം. മുൻപ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. വരച്ച ലൈൻ ബേസ് ലൈനായിട്ട് എടുത്തുകൊണ്ട് 72 ഡിഗ്രിയിൽ 5 ലൈനുകൾ വരയ്ക്കണം. എഴുപത്തിരണ്ട് ഡിഗ്രിയിലുള്ള 5 പാർട്ടുകളായിട്ട് വൃത്തത്തെ ഭാഗിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് വൃത്തത്തിനുള്ളിൽ ഒരു സ്റ്റാർ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചു കാണുക. മറ്റൊരു കാര്യം, വൃത്തം വളരെ ഡാർക്കായിട്ട് വരയ്ക്കാം. സ്റ്റാർ വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി, കാരണം പല ഭാഗങ്ങളും ഇറേസ് ചെയ്ത് കളയേണ്ടതാണ്. ചിത്രത്തിൽ കണ്ടില്ലേ, സ്റ്റാറിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള ഭാഗം മാത്രം ഒന്നുകൂടി ഡാർക്കായിട്ട് വരയ്ക്കാം. ബാക്കിയുള്ളവ ഇറേസ് ചെയ്ത് കളയാം. വൃത്തത്തിനുള്ളിൽ അതിമനോഹരമായ ഒരു സ്റ്റാർ വരച്ചു കഴിഞ്ഞു. വേണ്ടാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയാം. അതിനുശേഷം സ്റ്റാറിനുള്ളിൽ മറ്റൊരു സ്റ്റാർ വരയ്ക്കണം. ശ്രദ്ധിച്ചു കണ്ടോളൂ. സ്റ്റാറിനുള്ളിൽ വരച്ചിരിക്കുന്ന സ്റ്റാറിൻ്റെയും എല്ലാ ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല.
അതുകൊണ്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഒന്നുകൂടെ ഡാർക്ക് ആക്കിയിട്ട് വരക്കാം. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയല്ലേ? ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളർ കൊടുക്കാം. എല്ലാവരും റഫ് ബുക്കിൽ ഒന്ന് വരച്ചു നോക്കുക. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഈ 2 ചിത്രങ്ങൾ കൂടിയാണ് ഇനി നമുക്ക് വരക്കാനുള്ളത്. ഈ 2 ചിത്രങ്ങൾ ഒരുമിച്ച് കാണിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ മെത്തേഡ് തന്നെയാണ് രണ്ടിനും യൂസ് ചെയ്യുന്നത്. ഈ ചിത്രം വരക്കുമ്പോൾ നമ്മൾ 8 കോണുകളാണ് വരയ്ക്കുന്നത്. അതായത് 360 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രിയിലാണ് ഓരോ കോണും വരയ്ക്കേണ്ടത്. ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി 8 സെന്റിമീറ്ററുള്ള ഒരു ലൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 4 സെന്റിമീറ്റർ സെന്ററിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ അതിന്റെ സെന്ററിൽ വെച്ച് ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പോൾ 90 ഡിഗ്രി വീതമുള്ള 4 കോണുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും മുൻപേ വെച്ചതുപോലെ തന്നെ പ്രൊട്രാക്ടർ 90 ഡിഗ്രിയിൽ വെച്ച് 2 വശത്തുമായിട്ട് 45 ഡിഗ്രി ആംഗിളിൽ ഒരു പോയിന്റ് ചെയ്യുക. ഇത് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് 90 ഡിഗ്രിയും 2 സൈഡിലും 45 ഡിഗ്രിയും രേഖപ്പെടുത്താവുന്നതാണ്. സ്കെയിൽ 45 ഡിഗ്രി ആംഗിളിൽ വെച്ചതിന് ശേഷം 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. 2 സൈഡിലും 4 സെന്റിമീറ്റർ കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ലൈന് കൂടെ വരയ്ക്കാം. സെന്ററിൽ നിന്ന് എല്ലാ ലൈനുകളും 4 സെന്റിമീറ്റർ വീതമാണെന്ന് അറിയാൻ കോമ്പസ് ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ റേഡിയസിൽ എല്ലാ ലൈനുകളുടെ മുകളിലും ചെറുതായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാറ്റിന്റെയും ടോപ്പ് പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കാം. ഇനി ഉള്ളിലുള്ള ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കൊടുക്കാം. അവസാനമായി ഇതേപോലെ ലൈനുകൾ വരച്ച് കളർ കൊടുക്കുക. രണ്ട് ചിത്രങ്ങൾ ഒരേപോലെയാണ് വരക്കുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ഇതേപോലെ വരച്ചതിന് ശേഷം ഒരു സൈഡിന്റെ അളവ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 3.1 വരുന്നത്. പിന്നീട് സ്കെയിൽ ഇതേപോലെ വെച്ച് താഴെ നിന്ന് 3.1 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരക്കുക. അല്ലെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വരെ ഒരു ലൈൻ വരച്ചതിന് ശേഷം പിന്നീട് സ്കെയിൽ ഉപയോഗിച്ച് 3.1 അടയാളപ്പെടുത്തി ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയാം. അതേപോലെ ഇവിടെയും ഒരു ലൈൻ വരയ്ക്കണം. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.